അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ്. ഫോറിൻ ഡിസൈനിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലോപ്പിംഗ് റൂഫ്സാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പൺ റൂഫാണ് ഇവിടെ ഹോളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. ഇതാണ് ഈ വീടിൻ്റെ എൻട്രൻസ്. 2 ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ ഗേറ്റിലൂടെ ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കാണാവുന്ന ഒരു കുഞ്ഞു ഗാർഡനാണിത്. ഇവിടെ പാറയാണ് യൂസ് ചെയ്തിട്ടുള്ള തറയിൽ. പാറയും പുല്ലുമാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചെറിയ ഗാർഡനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് വീടിൻ്റെ. ഇനി നമുക്ക് സിറ്റ് ഔട്ട് കാണാം. ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും സ്റ്റെപ്പ് വരുന്ന രീതിയിലാണ് ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ലെങ്ത്തിലാണ് സിറ്റ് ഔട്ട് കിടക്കുന്നത്. മുകളിലൊക്കെ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഡോറ് തുറന്നിട്ട് ഉള്ളിലേക്കൊന്ന് കടക്കാം. ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം. വുഡ് ഫിനിഷാണ് ഇവിടെ. വുഡ് ഫിനിഷ് ടൈൽസാണ് ഇവിടെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൈറ്റ്സ് ഉള്ളിലേക്ക് കടത്തി വിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. കാറ്റും വെളിച്ചവും ഒരുപാട് വീടിനുള്ളിൽ കിട്ടുക എന്നുള്ള രീതിയിലാണ് ഇവിടെ വിൻഡോസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ മനോഹരമായ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒട്ടും അധികമല്ലാത്ത രീതിയിൽ എന്നാലും നല്ല ഭംഗിയുള്ള രീതിയിലുള്ള LED ലൈറ്റ്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ മെയിൻ ഹാളിലേക്കാണ്. ഇവിടുത്തെ ഹാള് ഒരു സ്പെഷ്യാലിറ്റി നിറഞ്ഞതാണ്. ഇവിടെ ഒരു ഓപ്പൺ റൂഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കിൾ ഷേപ്പിൽ ഒരു ഓപ്പൺ റൂഫ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പകൽ സമയത്തും രാത്രിയായാൽ പോലും നമുക്ക് നല്ലൊരു വെളിച്ചം ഹാളിൽ കിട്ടുന്ന രീതിയിൽ, വീട് മുഴുവൻ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു റൂഫ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ, കുറച്ച് താഴ്ചയിൽ ഒരു ബെഞ്ച് പോലെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഹാളിൽ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ വുഡ് ഫിനിഷ് ടൈൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂഫ് നമുക്ക് തുറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു റൂഫ് കൊടുത്തത് കൊണ്ട് തന്നെ ധാരാളമായിട്ട് ലൈറ്റ് വീടിനുള്ളിലോട്ട് കടക്കുന്നുണ്ട്. അതുപോലെ ചൂടും കുറവാണ്. ഇനി നമ്മൾ ഈ ഹാളിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഒരു റൂമാണുള്ളത്. സൈഡിലൊരു സ്റ്റെപ്പ്, സൈഡിൽ മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസും ചെയ്തിട്ടുണ്ട്. റൂംസ് എല്ലാം മീഡിയം സൈസ്ഡ് റൂംസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള രീതിയിലാണ് ഇതിൻ്റെ വോൾസിൻ്റെയൊക്കെ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിലെല്ലാം ടൈല് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് നേരെ ഹാളിലോട്ട് പോകാം. ഹാളിൻ്റെ മറ്റൊരു വശത്തായിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായൊരു ഡൈനിങ് ടേബിളും അതിൻ്റെ മനോഹാരിത കൂട്ടാനായിട്ട് തന്നെ ഇവിടെ 3 ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബെഡ്റൂമാണുള്ളത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമുമാണ് ഈ വീടിനുള്ളത്.
അപ്പം ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണിത്. ഇവിടെയും ഒരു ബാത്ത് അറ്റാച്ച്ഡും പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഈ ഹാളിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ ഒരു കോമൺ ബാത്റൂമും പിന്നെ അതുപോലെ ഒരു വാഷിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ എല്ലാ എൻട്രൻസും കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. ഈ ഡൈനിങ് ഏരിയയും കിച്ചനുമായിട്ട് ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ കബോർഡ്സ് തന്നെയാണ്. വുഡ് ഫിനിഷ്ഡ് ആയിട്ടുള്ള കബോർഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ താഴെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഗ്രീൻ കളറിലുള്ള കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. ഇത് കിച്ചണിന് ഒരുപാട് മനോഹാരിത കൂട്ടുന്ന കബോർഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു നോർമൽ സൈസ്ഡ് കിച്ചനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ എല്ലാ സൗകര്യവും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 കിച്ചനാണുള്ളത്. അതിലെ മെയിൻ കിച്ചനാണിത്. ഈസിലി മൂവബിൾ ആയിട്ടുള്ള കബോർഡ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ സെക്കൻഡ് കിച്ചണാണ്. ഈ കിച്ചണിലും കബോർഡ്സും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ കിച്ചണിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കബോർഡ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകൾ ഭാഗത്തിലോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ മുകളിലോട്ട് ചെന്നിട്ട് താഴേക്കുള്ളൊരു വ്യൂ ആണിത്. ഇതെല്ലാം വുഡ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് വിൻഡോസ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഈ വീടിനൊരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടുത്തെ വിൻഡോസും ഡോർസും എല്ലാം. ഇനി ഈ സൈഡിലായിട്ടൊരു വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും 2 റൂംസാണുള്ളത്. ഇവിടുത്തെ വോള് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കൂടി ഈ റൂമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാളിലോട്ട് ചെല്ലുമ്പോൾ ഒരു സൈഡിൽ ഒരു പോർഷനിലായിട്ട് പ്രെയറിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അവിടെ തന്നെ വുളു ചെയ്യാനും ഒക്കെ ഒരു വാഷിംഗ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൂം കൂടി ഒന്ന് കാണാം. ഇതാണ് മുകളിലത്തെ സെക്കൻഡ് റൂം. എല്ലാ റൂംസും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് വോളിൽ കൊടുത്തിരിക്കുന്ന പെയിൻറ്റിങ്സ് തന്നെയാണ്. എല്ലാ റൂമിനെയും നല്ല ഒരു ഭംഗിയായിട്ടൊരു കൂളാക്കി വെക്കുന്ന പെയിൻറ്റിങ്സാണ് ഇവിടെ വോളിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫ്ലോറിലും ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഇനി നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് ഡോർസ് കാണാം. ഇതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോർസാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിറങ്ങുമ്പോൾ നമുക്കിവിടെ ബാൽക്കണി കാണാം. അതിൽ നിന്ന് നമുക്ക് അവിടെ എല്ലാം ഗ്ലാസിൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാ ഡോർസും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടെങ്കിലും കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.